അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. റമളാൻ മാസത്തിൽ നമ്മൾ ഏറെ ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം, അല്ലേ? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മോട് ചോദിക്കുന്ന ആ ഒരു സമയം, ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു നൽകാം, ചോദിക്കുന്നവർക്ക് ഞാൻ നൽകാം. ഇത്രയും വലിയൊരു ഭാഗ്യം വേറെയുണ്ടോ? പക്ഷേ നമ്മളിൽ പലരും എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ആത്മീയമായൊരു സംതൃപ്തി കിട്ടാറില്ല. നമ്മുടെ തഹജ്ജുദ് സ്വീകരിക്കപ്പെടാൻ നമ്മൾ ഒഴിവാക്കേണ്ട 3 കാര്യങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അശ്രദ്ധമായ ഹൃദയം. ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ആലോചിച്ചൊക്കെ, സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടെയായിരിക്കും? ചിലപ്പോൾ നാളെ ചെയ്തു തീർക്കേണ്ട വർക്കിലേക്കോ, അല്ലെങ്കിൽ ഇനി അത്താഴത്തിന് എന്ത് ഫുഡുണ്ടാക്കും എന്നൊക്കെയുള്ള ചിന്തയിലോ ആയിരിക്കും. ഫാത്തിഹ ഓതുമ്പോൾ പോലും നമ്മൾ വാക്കുകൾ വെറുതെ ഓടിച്ചു തീർക്കുക ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കി നിന്നാൽ അവർക്ക് വിഷമാവില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്നത്? നമ്മളെ ശ്രദ്ധ എവിടെയോ ആയിട്ട് നിൽക്കുമ്പോൾ പടച്ചവൻ്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ അങ്ങനെ നിൽക്കാം? ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണടച്ച് ശാന്തമായിട്ട് ഇരിക്കുക. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് സ്വയം ഉറപ്പിക്കുക. പിന്നെ ഫാത്തിഹ ഓതുമ്പോൾ സ്പീഡിൽ ഓതാണ്ട് സാവധാനം അർത്ഥം ചിന്തിച്ച് മാത്രം ഓതുക. രണ്ടാമത്തേത് മാറ്റമില്ലാത്ത ജീവിതം. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. രാത്രി നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ടാവും, പക്ഷെങ്കിൽ പകൽ സമയം നമ്മൾ പഴയ പോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ കള്ളം പറയുകയും അല്ലെങ്കിൽ നമ്മളുടെ മോശ സ്വഭാവങ്ങൾ കാണിക്കുകയും ചെയ്യും. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം ഇല്ലാതാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അയൽക്കാരൻ തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനല്ലാത്തവൻ വിശ്വാസിയല്ല എന്നാണ്. പകൽ സമയം തെറ്റുകൾ ചെയ്തുകൊണ്ട് രാത്രിയിലെ സഹായം ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ. ഇതിനുള്ള പരിഹാരം, നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക. ഇനി പാപമോചനത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ തെറ്റ്, തഹജ്ജുദിനെ ഒരു ബിസിനസ് ഇടപാടായിട്ട് കാണുന്നതാണ്. ചില ആൾക്കാരുണ്ടാവും, ഞാൻ നിസ്കരിച്ച് അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഉടനെ തരണമെന്ന് പടച്ചവനോട് വാശി പിടിക്കുന്നവർ. ഓർക്കുക, ഇതൊരു പരീക്ഷണമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ. അള്ളാഹു ഉത്തരം നൽകാൻ വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് അനുയോജ്യമായ സമയം വന്നിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റായിരിക്കും പടച്ചോനെ നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ടാവുക. ഈ തെറ്റിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. തഹജ്ജുദ് എന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ചോദിക്കാൻ ഉള്ളതല്ല,
അള്ളാഹുവിനെ സ്നേഹിക്കാനും അവനിൽ തവക്കൽ ചെയ്ത് ജീവിക്കാനും കൂടിയുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തഹജ്ജുദ് എന്നത് അള്ളാഹു നമ്മളെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സമയമാണ്. ഈ റമളാനിൽ ഈ തെറ്റുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. യാ അള്ളാഹ്, തഹജ്ജുദിന് എഴുന്നേൽക്കാനുള്ള കരുത്തും ആത്മാർത്ഥതയോടെ നിസ്കരിക്കാനുള്ള മനസ്സും ഞങ്ങൾക്ക് നീ എല്ലാവർക്കും നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് പുതിയൊരു അറിവുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.